ഇത്രയും അക്സെപ്റ്റൻസ് ഉള്ള നേതാക്കൾ കേരളത്തിൽ വളരെ തുച്ഛമായിരിക്കുമെന്ന് കാണാം. എന്തെങ്കിലും ഒന്നിന്റെ പേരിൽ അദ്ദേഹത്തോട് വിയോജിപ്പുള്ള മനുഷ്യരെ നാം തെരുവുകളിൽ കാണുന്നില്ല. കന്യാസ്ത്രീകൾ വരുന്നു, അല്ലെങ്കിൽ പറയുന്ന വൃദ്ധരായ ആൾക്കാർ വരുന്നു, അംഗപരിമിതരായ ആളുകൾ വരുന്നു, കുഞ്ഞുങ്ങൾ വരുന്നു, ചെറിയ കുട്ടികളെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് തോളിലെടുത്ത് വെച്ച് വി എസ് അച്യുതാനന്ദന്റെ അദ്ദേഹത്തിന്റെ ശവമഞ്ചത്തിലേക്ക് പൂക്കൾ അറിയിക്കുന്നു. അവരുടെ അച്ഛനമ്മമാർ വി എസ് അച്യുതാനന്ദൻ എന്നൊരു നേതാവ് ഉണ്ടായിരുന്നുവെന്ന്, അദ്ദേഹം നമ്മുടെ നേതാവായിരുന്നുവെന്ന്, അദ്ദേഹം കേരളത്തിന് വേണ്ടി പണിയെടുത്ത മനുഷ്യനായിരുന്നുവെന്ന്, അധസ്ഥിതരായ മനുഷ്യരുടെ ശബ്ദമായിരുന്നുവെന്ന്, അദ്ദേഹത്തെ നിങ്ങൾ ഓർക്കണം കേട്ടോ എന്ന് രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ കാഴ്ചയാണ് ആ കാഴ്ച. ഒരർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട മനുഷ്യനാണ്, നമ്മുടെ സ്മൃതി ബന്ധങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട മനുഷ്യനാണ്. കാരണം എന്താണ്, വി എസ് അച്യുതാനന്ദനെ പോലെ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കുന്ന ഒരു നിമിഷം നിങ്ങളുടെ ജീവിത സന്ദർഭത്തിൽ വന്നുപോകും എന്ന് അവർക്കറിയാം. നിഷാദ് ഒരു കാര്യം ഇടപെട്ട് ചോദിച്ചോട്ടെ. നിഷാദ് നേരത്തെ മാധ്യമങ്ങളും വി എസുമായുള്ള ബന്ധം കൂടി സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ ഒരു മാധ്യമങ്ങളോടും കടക്ക് പുറത്ത് എന്ന് വി എസ് അച്യുതാനന്ദൻ ഒരു കാലത്തും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല മാധ്യമങ്ങളുടെ അരുമയായിരുന്നു വി എസ് എന്ന ഇന്നലെകളാണ് നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ കാലത്ത് CPM നേതാക്കളൊക്കെ പലപ്പോഴായി തരത്തിൽ മാധ്യമങ്ങളെ വിമർശിക്കുന്ന നമ്മൾ കാണാറുണ്ട്. എന്ന് വെച്ചാൽ പാർട്ടിക്കെതിരെ വലിയ വിമർശനങ്ങൾ വരുമ്പോഴൊക്കെ മാധ്യമങ്ങളെ വിമർശിച്ച് തടുതെപ്പുന്ന പല നേതാക്കളെയും നമ്മൾ കണ്ടിട്ട്, മുതിർന്ന നേതാക്കളടക്കം. പക്ഷേ എവിടെയും നമ്മളിപ്പോൾ വി എസിൻ്റെ ബൈറ്റുകൾ, പഴയ ബൈറ്റുകളൊക്കെ എടുത്തു നോക്കുമ്പോഴും മാധ്യമങ്ങൾക്കെതിരെ ഒരു രൂക്ഷമായ വിമർശനം എവിടെയെങ്കിലും വി എസ് നടത്തിയതായി കാണുന്നില്ല. ഒരുപക്ഷെ മാധ്യമങ്ങൾ ചില ഘട്ടങ്ങളിലൊക്കെ ആഗ്രഹിച്ചപ്പോഴൊക്കെ വി എസിൻ്റെ ഭാഗത്ത് നിന്ന് അതിനൊത്തുള്ള പ്രതികരണം വന്നതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്ത് കാരണങ്ങൾ കൊണ്ടാവാം വി എസിനെ ഇത്രയധികം മാധ്യമങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്? മാധ്യമങ്ങളോട് വി എസിന് കൊമ്പ് കോർക്കേണ്ടി വരാത്തതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വി എസിന്റെ കോൺഫിഡൻസ് ആണ് സൈഫു. അതായത് ഞാൻ കാലൂന്നി നിൽക്കുന്നത് ജനങ്ങൾക്കിടയിലുള്ള എന്റെ വിശ്വാസത്തിന്റെ മേലെയാണെന്ന ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ കാല് ചവിട്ടി നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മതനിരപേക്ഷ പുരോഗമന രാഷ്ട്രീയത്തിന്റെ പ്രതലത്തിലാണെന്ന ബോധ്യം ഉണ്ടായിരുന്നു. അതുള്ളപ്പോൾ എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മാധ്യമങ്ങളെ പഴി പറയാതിരിക്കുന്നത്. മാധ്യമങ്ങളെ പഴി പറയേണ്ട സന്ദർഭങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. മാധ്യമങ്ങൾ പക്കാ പെർഫെക്റ്റ് ആയി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമേ അല്ല. പക്ഷെ മാധ്യമങ്ങളുടെ മേലെ സകലതും ചാരുക, എന്റെ സർക്കാർ സമ്പൂർണ്ണമാണ്, എന്റെ സർക്കാരിന്റെ ഖ്യാതിയിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത്, എന്റെ സർക്കാരിന്റെ മേൽ ആരും ആക്ഷേപങ്ങൾ ഉന്നയിക്കരുത്, എന്റെ സർക്കാരിന്റെ യാത്രകളുടെ കുറുകെ നിങ്ങൾ കരിങ്കൊടി സമരങ്ങളുമായി വരരുത്, അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചതേയില്ല. അദ്ദേഹം വാതിലുകൾ തുറന്നു വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ 2015-16 കാലത്തിന് ശേഷം ഇടവേള എടുത്ത ശേഷം വീണ്ടും അദ്ദേഹം വിദ്വേഷത്തിന്റെ കുപ്പി തുറന്നു വിട്ട ഒരു കാലമാണ്. അദ്ദേഹത്തോട് നിവർന്നു നിന്നുകൊണ്ട് താങ്കൾ പറയുന്നത് ശരിയല്ല എന്ന് ഉറക്കെ സംസാരിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ ഭയപ്പാടുപെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വി എസിന്റെ ചരിത്രം എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ വിഷക്കുപ്പി തുറക്കുമ്പോൾ അടയ്ക്കാൻ തന്റെ വാർദ്ധക്യത്തിലും അദ്ദേഹം വേച്ച കാലുകളുമായി കേരളമൊട്ടാകെ സഞ്ചരിക്കുന്നത് നാം കണ്ടു. അങ്ങനെ സംസാരിക്കുമ്പോൾ, വെള്ളാപ്പള്ളിക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ ഈഴവ സമുദായം ഒട്ടാകെ തനിക്കെതിരായി പോവില്ല എന്ന കോൺഫിഡൻസ് വി എസിന് ഉണ്ടാവുന്നത് എനിക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്ന ബോധ്യമാണ്. അത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ഒന്നാണ്. അദ്ദേഹം 7ാം ക്ലാസ്സുകാരൻ മാത്രമാണ്. അദ്ദേഹത്തിന് കൃത്യമായ ഒരു PR സംവിധാനം ഉള്ളതായിട്ട് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം ജനങ്ങളെ വിശ്വസിച്ചു. അത് ജനവും അതിനെ വിശ്വസിച്ചു. വി എസ് അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി നടേശനെ പറയുമ്പോൾ ഈഴവ സമുദായത്തെ പറയുന്നു എന്നാരും അതിനെ എടുത്തില്ല. കാരണം എന്തായിരുന്നു? ജനങ്ങൾക്ക് വിശ്വാസം വി എസിനെ ആയിരുന്നു. വി എസ് അച്യുതാനന്ദൻ മുദ്രാവാക്യം ഉയർത്തും അതിന് പിന്നിൽ ജനങ്ങൾ അണിനിരന്നു. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവരെ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തിക്കുമെന്ന് വി എസ് പറഞ്ഞപ്പോൾ എന്താണ്? ജനങ്ങൾ അതിനെ വിശ്വസിച്ചു. അതിനെ അവർ റെസ്പെക്ട് ചെയ്യുകയും ആ വിശ്വാസ മുദ്രയ്ക്ക് താഴെ അവർ ഒപ്പുവെക്കുകയും ചെയ്തു. അതാണ് നമ്മൾ കണ്ടത്. അപ്പം തന്റെ നിലപാടിൽ ഊന്നി നിൽക്കുമ്പോൾ തനിക്ക് കോൺഫിഡൻസ് ഇഷ്യൂ ഇല്ല എന്നായിരുന്നു വി എസിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്ന സംഗതി. അതുകൊണ്ട് അദ്ദേഹം മറ്റാരെയും പഴി പറയുന്നതിലേക്ക് നിന്നില്ല. തന്റെ സർക്കാരിനകത്ത് പ്രശ്നമുള്ളപ്പോൾ ആ പ്രശ്നങ്ങളെ അഡ്മിറ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. പരാതിയുള്ളപ്പോൾ പരാതികൾ കേൾക്കാൻ അദ്ദേഹം തയ്യാറായി. നേരത്തെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും പറയുന്നു, വി ഡി സതീശൻ MLA ആയിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉന്നയിക്കുന്നു, ആ പ്രശ്നം കേൾക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു. അതുമായി ബന്ധപ്പെട്ട പേപ്പറുകളെല്ലാം വായിച്ച് പരിശോധിക്കുന്നു. അദ്ദേഹം ഉദ്യോഗസ്ഥനോട് ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. അല്ലാതെ തന്റെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള വിരുദ്ധ ശക്തികളുടെ നിലപാട് എന്ന മട്ടിൽ ഒറ്റയടിക്ക് എല്ലാത്തിനെയും റദ്ദ് ചെയ്ത് കളയുന്ന നില അദ്ദേഹം സ്വീകരിച്ചില്ല. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നിശ്ചയമായും CPIM-നകത്തെ വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ ഒരു വശത്ത് നിൽക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കുള്ള പ്രത്യേകമായ വിസിബിലിറ്റി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. കാരണം കേരളത്തിന്റെ ചരിത്രത്തിലെ പുതിയൊരു സംഗതിയാണ് എന്ത്? CPIM-നെ പോലെ ഇരുമ്പ് പറക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്കിൽ നിന്ന് വിസിബിളായ വിഭാഗീയത പുറത്തു വരിക, അതൊരു പുതിയ കാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് അകത്ത് അതിന് വലിയ ദൃശ്യത കിട്ടിയിട്ടുണ്ട്. വി എസ് അച്യുതാനന്ദന്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും വലിയ തോതിലുള്ള സ്പേസ് മാധ്യമങ്ങൾക്ക് അകത്ത് കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ ഏതെങ്കിലും നിലയ്ക്കുള്ള
പ്രത്യേകമായിട്ടുള്ള ഒരു ആലോചനയുടെ ഭാഗം, സിൻഡിക്കേറ്റിന്റെ ഭാഗം പോലുള്ള വിമർശനങ്ങൾക്ക് വലിയ കഥയുണ്ട് എന്നില്ല. ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞ പോയിന്റതാണ്, വി എസ് അച്യുതാനന്ദൻ എന്തുകൊണ്ട് തന്റെ വാതിലുകൾ തുറന്നിട്ടു, വി എസ് അച്യുതാനന്ദൻ എന്തുകൊണ്ട് മാധ്യമങ്ങളോട് നിതാന്ത വൈരം കാത്തു സൂക്ഷിച്ചില്ല, വി എസ് അച്യുതാനന്ദൻ എന്തുകൊണ്ട് എല്ലാവർക്കുമുള്ള ആക്സസ് ഉള്ള നേതാവായി. അതിനൊറ്റ കാരണം അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആയിരുന്നു. അതായത് ദുർബലമായ സംഗതികൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, ഞാൻ നിൽക്കുന്ന പ്രബല വസ്ത്രയിൽ കരുത്തുള്ളതാണ്, അത് ജനങ്ങൾ ഉണ്ടാക്കി തന്ന ഒരു നിലപാട് തറയാണെന്ന് ബോധ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയപ്പാടുകൾ ഉണ്ടായില്ല എന്ന് കാണേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ജനങ്ങൾ സ്നേഹിക്കുന്നത് അവർക്ക് ആക്സസ് ഉള്ള ഒരാളായിട്ടാണ്. എന്തുമാത്രം പരാതികൾ വി എസിന്റെ മുമ്പിൽ വന്നു, ഏതൊക്കെ പരാതികൾ വി എസ് എടുക്കുന്നത് നമ്മൾ കണ്ടു, അതിന്റെ പിന്നാലെ പോകുന്നത് കണ്ടു. അങ്ങനെ പരാതികളുമായി കയറി ചെല്ലാൻ കഴിയുന്ന ഒരു ഇടം വി എസിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നതാണ് കാണേണ്ട കാര്യം. അവിടെ കയറി ചെല്ലാമായിരുന്നു, അദ്ദേഹം അത് കേൾക്കുമായിരുന്നു, കേട്ടതിന് പരിഹാരം ഉണ്ടാക്കുമായിരുന്നു. ഇന്നിപ്പോ അദ്ദേഹം കൂടെയുള്ള ശശിധരനുമായിട്ട്, ജോസഫ് സി മാത്യുവായിട്ട്, സുരേഷുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ, പ്രഭാകരനുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ആളുകളുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. കേട്ടതിന് ശേഷം ഇടപെടാനും മടിയുണ്ടായിരുന്നില്ല. ഇടപെട്ട പ്രശ്നങ്ങളെ ഫോളോ ചെയ്യാനും തീർപ്പുണ്ടാക്കാനും അദ്ദേഹത്തിന് ആവേശമുണ്ടായിരുന്നു. അതായിരുന്നു വി എസിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സംഗതിയായിട്ട് നമുക്ക് കാണാൻ കഴിയുക. മറ്റൊന്നും ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ജനാധിപത്യത്തെ കുറിച്ച് പറയുമ്പോൾ പാർട്ടി ഒരു ഏകശിലാത്മകമായ തെട്ടൂരങ്ങൾ ഇറക്കുകയാണ് എന്ന് വെച്ചാൽ അതിന് ജനാധിപത്യ രൂപം നഷ്ടപ്പെടുന്നത് പോലെ തീരുമാനമെടുക്കുകയാണ്. വി എസിനെ പോലെ വളരെ പോപ്പുലറായ ഒരാൾ 2006 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നത് ഏതെങ്കിലും നിലയ്ക്ക് ഒരു നിഷ്കളങ്കമായ ഒന്നാണെന്ന് കാണാൻ കഴിയില്ല. പക്ഷെ ഒരു മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും അതിന്റെ അനുഭാവികളെ, സിമ്പതൈസേഴ്സിനെ മുഴുവൻ നിരാശരാക്കിക്കൊണ്ട് വി എസ് മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം 2006 എടുക്കുന്നു. അത് ജനാധിപത്യപരമായ ഒരു തീരുമാനമാണെന്ന് വി എസ് കാണുന്നില്ല. അത് ഏകശിലാത്മകമായ ഒരു പാർട്ടി രൂപത്തിനകത്ത് നിന്ന് വരുന്ന തീരുമാനമാണ്, എതിർപ്പുകളില്ലാത്ത തീരുമാനം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആ തീരുമാനത്തിന് കുറുകെ ഒരു ശബ്ദം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വി എസിന്റെ അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ കരിയറിൽ കാണേണ്ട ഒരു കാര്യം, തീർച്ചയായും ഞാൻ ഒന്നിടപെടുന്നു നമുക്ക്